നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹിദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇനി പഞ്ചമിതിഥി അപ്ഡേറ്റ് പറയാം. വരാൻ പോകുന്നത് മെയ് മാസ വളർപ്പിറ പഞ്ചമി. ഇത് എന്ന് വരുന്നെന്നാൽ മെയ് 2 വെള്ളിയാഴ്ച. നിങ്ങൾ പൂജ വഴിപാട് എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് 1 വ്യാഴാഴ്ചയാണ്. 7 PM കൂടി ക്ലോസ് ചെയ്യുന്നതാണ്. അതിനുശേഷം വരുന്ന പേരുകൾ എനിക്ക് എടുക്കാൻ സാധിക്കില്ല. സോ നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ്ലി കാണുന്നവർക്ക് പഞ്ചമിതിഥി എന്നാൽ എന്താണ്, പേരുകൾ കൊടുക്കുന്നതിന് എന്താണ് പ്രൊസീജിയർ, എങ്ങനെ കൊടുക്കും, ഇതിൽ പേര് കൊടുത്താൽ എന്തെല്ലാം നന്മകൾ നടക്കും, ഇതെല്ലാം നമ്മുടെ വീഡിയോ തുടർന്ന് കാണുന്നവർക്ക് അറിയാം. എന്നാൽ പുതുതായി കാണുന്നവർക്ക് അറിയില്ല. ഞങ്ങൾക്കും പേരുകൾ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെ ഇതിൻ്റെ പ്രൊസീജിയർ അങ്ങനെ അറിയണമെന്നുള്ളവർ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ ഇതേ പറ്റിയുള്ള ഓൾ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് വരുന്നതാണ്. ഫസ്റ്റ് നിങ്ങൾ ഇത് എന്താണ് ഏതാണ് എന്ന് അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. ആവശ്യമുള്ള പക്ഷത്തിൽ നിങ്ങളുടെ പേരുകളും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെ പേരുകൾ കൊടുക്കുന്നവര് പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് എന്നിവ ടൈപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്യുക. പിന്നെ എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടോളുക. ഇന്നത്തെ വീഡിയോ എന്താച്ചാല് നിങ്ങൾ പൊறுമയായിട്ടിരുന്ന് കണ്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് തോന്നാം ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഡെയിലി ഓരോ വീഡിയോ ആയിട്ട് വന്നിട്ട് മന്ത്രം ചൊല്ലൂ, വഴിപാടുകൾ ചെയ്യൂ, ഇതൊക്കെ പറയുന്നത് എന്തിനാണ്, എന്താ നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ എന്ന് പലർക്കും തോന്നും. അതിനുള്ള ആൻസർ ഈ പതിവിൽ നിങ്ങൾക്ക് ഞാൻ പറയാം. നിങ്ങൾക്കറിയാവല്ലോ, ഓരോ നാളിനും ഓരോ തനിമയായിരിക്കും. അതിലും ഇന്നത്തെ ദിവസം അക്ഷയ തൃതീയ തിരുനാൾ. ഇത് സാധാരണ ഒരു നാളല്ല. 1 ഇന്ന് ബുധനാഴ്ച. ഈ തൃതീയ തിഥി വന്നിരിക്കുന്നത് നമുക്ക് കിട്ടുന്ന ആശീർവാദം എന്ന് തന്നെ പറയാം. പൊന്നു കിട്ടിയാലും ബുധൻ കിട്ടില്ല എന്ന് പഴമക്കാർ പറയാറുണ്ട്. അതിനാല് ഇന്ന് ബുധനാഴ്ച രോഹിണി നക്ഷത്രം, അക്ഷയ തൃതീയ ചേർന്ന് വരുന്നു. അത് മാത്രമല്ല, അലഭ്യയോഗം എന്നൊരു യോഗവും ഇന്ന് ഇരിക്കുന്നുണ്ട്. ഇത് എന്താണ് ഈ അലഭ്യയോഗം എന്ന് ചോദിച്ചാല്, എപ്പോഴെങ്കിലും ഒരു തവണ നടക്കുന്ന ഒരു കാര്യത്തിനാണ് അലഭ്യയോഗം എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു അലഭ്യയോഗമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ന് നമ്മള് രാവിലെ തന്നെ ഒരേ ഒരു മന്ത്രം ഉച്ചരിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം വലിയ നിലയ്ക്ക് മുന്നേറും. അങ്ങനെ ഉള്ളപ്പോൾ ആ വിഷയം എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യാതെ വിടുന്നത്? അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ, നമുക്കത് ചെയ്തേ മതിയാവൂ. ഇപ്പോൾ സ്കന്ദഷ്ഠി വ്രതം എടുത്താല് ഒരു 6 ദിവസമല്ലേ സ്കന്ദഷ്ഠി വ്രതം ഉള്ളത്. അതില് ഓരോ ദിവസവും ഓരോ മുളക് മാത്രം കഴിച്ച് 6 ദിവസവും വ്രതം ഇരിക്കുന്നവരുണ്ട്. എങ്ങനെ ഇരിക്കുന്നു, എന്തിനവർ ഇരിക്കുന്നു എന്നൊക്കെ ചോദിച്ചാല്, നമുക്ക് വേണ്ടിയ ഒരു വിഷയം നമുക്ക് കിട്ടണം, നമുക്കത് നടന്നേ തീരൂ എന്നതിന് വേണ്ടി നമുക്ക് നാമേ ഒരു ചില കെട്ടുപാടുകൾ വച്ചിരിക്കുന്നു. മീൻസ് അതെന്താ വെച്ചാലും ഒരു ചില വ്രതമുറകള്. ബെഡിൽ ഉറങ്ങാൻ പാടില്ല, അതുപോലെ വ്രത ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ, 2 നേരവും നല്ല ശുദ്ധമായ തണുത്ത പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കണം, അതുപോലെ വെറും തറയില് ബെഡ്ഷീറ്റ് ഇല്ലാതെ ഉറങ്ങണം, ചെരുപ്പിടാതെ നടക്കണം. അങ്ങനെ ഏത് വ്രതം എടുക്കുന്നവരും ഒരു ചില വഴിമുറകൾ വച്ചിരിക്കുന്നുണ്ട്.
നമ്മൾ ഇന്ന് ആ അളവിനൊന്നും പോകേണ്ട ആവശ്യമില്ല. രാവിലെ കുളിച്ചിട്ട് ഒരേ ഒരു വരി മന്ത്രം മാത്രം ചൊല്ലുക. എല്ലാവിധ ധനസമൃദ്ധിയും നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു അവസരം ഇത് കൊണ്ടുവന്ന് തരും. വിശ്വാസമുള്ളവര് മാത്രം ഉച്ചരിച്ചോളുക. ഇതിനായിട്ട് ഒരു പൊരുളും ആവശ്യമില്ല. പിന്നെ നമ്മുടെ ദേഹബലത്തിന്റെ ആവശ്യവും ഇല്ല. ജസ്റ്റ് വായ തുറന്ന് ഒരേ ഒരു വരി മന്ത്രത്തെ നിങ്ങൾ ചൊല്ലിയാൽ മാത്രം മതി. ഈ അക്ഷയ തൃതീയ എടുത്ത് നോക്കിയാല് കാലാകാലങ്ങളായി എത്രയോ നല്ല വിഷയങ്ങൾ ഈ ദിവസം നടന്നിരിക്കുന്നു. ഈ ദിവസമാണ് കുബേരർ വന്നിട്ട് അത്രയ്ക്കും നവതിഥികൾ ഉൾക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ത്രേതായുഗം എന്നത് അക്ഷയ തൃതീയ നാളിലാണ് പടുത്തുയർത്തിയത്. ഗംഗ ഭൂമിയിൽ വന്നു ചേർന്നത് ഈ നാളിലാണ്. പഞ്ചപാണ്ഡവര് അക്ഷയപാത്രം പെട്ടതും മണിമേഖല അക്ഷയപാത്രം പെട്ടതും അതുപോലെ പരാശക്തിയുടെ രൂപമായ ശാകംഭരി ദേവി ഈ ലോകത്ത് കായ്കറികളെ പടർത്തതും ഈ നാളിലാണ്. അങ്ങനെ പറയാൻ എന്ന് വെച്ചാല് ഒത്തിരി കാര്യങ്ങള് പറയാനുണ്ട്. തമിഴ്നാട്ടിലും കേരളത്തിലും വന്നിട്ട് സ്വർണം വാങ്ങുന്നത് പ്രധാനമായിട്ടുണ്ട് ഈ അക്ഷയ തൃതീയ നാളില്. മാത്രമല്ല അതർ സ്റ്റേറ്റ്സ് നോക്കിയാല് ഈ നാളില് പുതിയ വീട് കെട്ടാൻ തുടങ്ങുന്നത്, പാല് കാച്ചല്, അതുപോലെ പുതിയ വാഹനം വാങ്ങുക, പുതിയ തൊഴിലിൽ ജോയിൻ ചെയ്യുക, പുതിയ ബിസിനസ് തുടങ്ങുക, അങ്ങനെ ഈ നാളില് ഏകപ്പെട്ട നല്ല വിഷയങ്ങള് തുടങ്ങി വെക്കാറുണ്ട്. അങ്ങനെയുള്ള ഈ നല്ല നാളില് നമ്മള് രാവിലെ എണീറ്റ് കുളിച്ചോളുക. ശുദ്ധപത്തമായി ഇരിക്കുന്നവര് രാവിലെ കുളിച്ച് ഒരു ദീപം വെക്കുക. ഇപ്പോൾ ഞാൻ പറയുന്ന മന്ത്രത്തെ ഒരേ ഒരു വരി, അത് ഒരേ ഒരു തവണ നിങ്ങൾ ഉച്ചരിച്ചാലേ മതി. കോടി പുണ്യഫലം വന്നിട്ട് നിങ്ങൾക്ക് നിശ്ചയമായും കിട്ടിയിരിക്കും. മന്ത്രം ഏതാണെന്ന് ചോദിച്ചാല് അത് ഈ മന്ത്രം വന്നിട്ട് എതിൽ നിന്ന് എടുത്തതെന്ന് ഫസ്റ്റിൽ പറയാം. കനകധാരാ സ്തോത്രത്തിൽ നിന്ന്. ആദിശങ്കരർ എഴുതിയ കനകധാരാ സ്തോത്രത്തിൽ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടി, നിർധനയായ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ, അവരുടെ ഹസ്ബൻഡ് വന്നിട്ട് പിച്ച എടുക്കാനായിട്ട് വേറൊരു വീട്ടിലോട്ട് പോയിരിക്കുന്നു. എന്നാല് ഈ സ്ത്രീ മാത്രമേ വീട്ടിലുള്ളൂ. ഇവരുടെ വീട്ടിലേക്ക് നമ്മുടെ ബാലശങ്കരൻ, അതായത് ആദിശങ്കരർ വന്ന് പിച്ച ചോദിക്കാൻ പോയി. എന്നാല് ഈ സ്ത്രീക്ക് ഒരേ സങ്കടം. അയ്യോ, വന്നിരിക്കുന്നത് സാക്ഷാൽ ശിവഭഗവാൻ മാതിരിയേ ഇരിക്കുന്നു. ഈ നേരത്ത് വീട്ടില് അവർക്ക് കൊടുക്കാൻ ഒരു ഭക്ഷണവും ഇല്ലല്ലോ. ഞാൻ ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നല്ലോ എന്ന് മനസ്സിൽ കരുതി ആ സ്ത്രീ ഒരുപാട് സങ്കടപ്പെട്ടു. എന്നാല് ആദിശങ്കരർ പതുക്കെ ശബ്ദം താഴ്ത്തി എളിമയായി പറഞ്ഞു, ഭക്ഷണം ഇല്ലെങ്കിലും പ്രശ്നമില്ല, അതിന്റെ കൂടെ ചേർത്ത് കഴിക്കാനായിട്ട് എന്തെങ്കിലും. ദാറ്റ് മീൻസ് അവര് എന്താ അർത്ഥാക്കിയെന്ന് വെച്ചാല് സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും ഇരുന്നാല് അത് തരൂ എന്നാണ്. അതാണ് അവർ ചോദിക്കുന്നത്. പാവം ആ സ്ത്രീക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല. അവരുടെ പേര് വന്നിട്ട് ദുർവശീലൈ. അകത്തു പോയി നോക്കിയപ്പോൾ വാടിക്കിടന്ന ഒരേ ഒരു നെല്ലിക്കയാണ് കിട്ടിയത്. അതെടുത്ത് ആദിശങ്കരർക്ക് അവര് ആ നെല്ലിക്കാക്കനി കൊടുത്തു. ആദിശങ്കരുണ്ടല്ലോ ഒത്തിരി സന്തോഷത്തോടെ അത് വാങ്ങി നന്ദി പറഞ്ഞു. ഒത്തിരി നന്ദി. ഈ നെല്ലിക്കാക്കനി എന്റെ വിശപ്പ് മാറ്റി എന്ന് അദ്ദേഹം പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം കനകധാര അമ്മയെ പ്രാർത്ഥിച്ച് ഒരു സ്തോത്രം പറഞ്ഞു. ആ സ്ത്രീയുടെ അവസ്ഥയെ മാറ്റിക്കൊടുക്കൂ എന്ന് ആദിശങ്കരർ കനകധാരാ സ്തോത്രത്തിൽ പാടി. അത്രയും അത്ഭുതപ്പെട്ട വരികള്. അംഗം ഹരേ പുളക ഭൂഷണമാശ്രയന്തി എന്ന് തുടങ്ങുന്നതാണ് വരികള്. അമ്മയുടെ അഴക് അത്രയ്ക്കും വർണ്ണിച്ചിട്ടാണ് പാടിയത്. സംസ്കൃതത്തിലാണ് ഇതിരിക്കുന്നത്, ഈ സ്തോത്രം. തമിഴിൽ ഇതിനെ തർജ്ജിമ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ആർക്കെല്ലാം അവസരം കിട്ടുന്നുവോ അവരെല്ലാം ഈ പാട്ട് മൊബൈലിലെങ്കിലും കേൾക്കാൻ ശ്രമിക്കുക. സംസ്കൃതം അറിയുന്നവര് സംസ്കൃതത്തിലെ ഉച്ചരിച്ചോളുക.
ഈ കനകധാര സ്തോത്രത്തിലെ ഒരു വരിയാണ് ഇന്ന് നമ്മൾ ഉച്ചരിക്കുന്നത്. ഇത് ആ പാട്ടിൽ നിന്ന് എടുത്തതല്ല, ഇത് ഒരു ഒറ്റവരി മന്ത്രമാണ്. നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതാണ് മന്ത്രം. ഓം ശ്രീം കനകധാരൈ നമഃ. ഓം ശ്രീം കനകധാരൈ നമഃ. ഓം ശ്രീം കനകധാരൈ നമഃ. കനകധാരൈ മീൻസ് പൊന്മഴ. മനസ്സിലായോ? കഷ്ടപ്പാടിലകപ്പെട്ട ആ സ്ത്രീ വന്നിട്ട് നല്ല ജീവിതത്തിലേക്ക് പോയി. പിന്നെ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഇരുന്നെന്ന് കനകധാര അമ്മ ആദിശങ്കരർക്ക് പറഞ്ഞുകൊടുത്തു. എന്താച്ചാല് മുൻ ജന്മത്തില് അവര് പണത്തെ പണമാ മതിക്കാതെ അത്രയ്ക്കും ദൂർത്തടിച്ച് ജീവിച്ചിരുന്നു. ചെലവ് ജാസ്തിയായിട്ട് ചെയ്തിരുന്നു. അതിനാലെയാണ് ഈ ജന്മത്തില് അവർ വന്ന് ഒത്തിരി കഷ്ടപ്പെട്ട ജീവിത സിറ്റുവേഷനിലേക്ക് വന്നത് എന്ന് പറഞ്ഞ് സ്വർണമഴ അവരുടെ വീട്ടില് പെയ്തിറക്കി. സോ നമ്മൾ ദൈവത്തിന്റെ മുന്നില് നേർമയായി, അതായത് വിശ്വാസത്തോടുകൂടി വഞ്ചനയൊന്നും ചെയ്യാതെ ഉണ്മയായി ഇരുന്നാല് നമുക്കുള്ളത് നമുക്ക് തന്നെ കിട്ടും. നമ്മുടെ സമയം നിശ്ചയമായും മാറും. ഇത് ഓർമ്മിക്കാനാണ് ഈ പാട്ടേ ഉണ്ടായത്. അതിനാലെ ഇന്ന് നിങ്ങള് പറ്റുന്നവര് എന്തെങ്കിലുമൊക്കെ പൊരുള് വാങ്ങിച്ചോളുക. ഉപ്പ്, മഞ്ഞള്, കുങ്കുമം, ഒരു മുഴം മുല്ലപ്പൂവ്, ഇതൊക്കെ 50 രൂപയ്ക്കകത്ത് നിൽക്കുന്ന പൊരുൾകളാണ്. നിങ്ങളത് വാങ്ങി വെച്ചോളുക. ലക്ഷ്മി ദേവിയുടെ പൂർണ്ണ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും. എന്താണ് സ്വർണം വാങ്ങാൻ പറയുന്നതെന്നാല്, തൃതി എന്നാല് മൂന്നാമത്തെ തിഥി, 3-ന് അധിപതി എന്നാല് നവഗ്രഹത്തിൽ ആരെന്ന് നോക്കിയാല് ഗുരുവാണ്. ഗുരുവിന് ഇഷ്ടപ്പെട്ടത് സ്വർണം. ഗുരുവിന് പൊന്നൻ എന്നൊരു പേരുമുണ്ട്. അതിനാലെയാണ് സ്വർണം വാങ്ങൂ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇന്ന് നിങ്ങൾ കുളിച്ചിട്ട് പുറത്തു പോകുമ്പോഴോ അല്ല വീട്ടിലിരിക്കുമ്പോഴായാലും പച്ച നിറത്തിലുള്ള ഡ്രസ്സ് ഇട്ടോളുക. ബുധഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് പച്ച. മനസ്സിലായല്ലോ പറയുന്നത്? നിശ്ചയമായും ഇന്ന് നിങ്ങൾ ഈ മന്ത്രം ഒരു തവണയെങ്കിലും ചൊല്ലിക്കോളുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.